ഹലോ എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ഷോ പവർഡ് ബൈ ഫിയർ ഇൻഫെക്റ്റഡ് മീഡിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് ഹ്യുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ആണ് ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ ഈ വാഹനം ഓൺ ഫ്ലഷ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നമുക്ക് എന്തായാലും KVR ഹ്യുണ്ടായിന്ന് നമ്മൾ വിളിച്ചിട്ട് വാഹനം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വാക്ക് അറൗണ്ട് മാത്രം നടത്തിയിട്ട് പോകാൻ പോവാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഫുൾ ഡ്രൈവ് റിവ്യൂ ഉടനെ തന്നെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, ഇലക്ട്രിക് ആയപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കൂടുതലായിട്ട് വന്നു എന്ന് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, നമ്മൾ പഴയ ക്രെറ്റയുടെ സെയിം തന്നെയാണ്. പക്ഷേ നിങ്ങളിവിടെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പുതിയൊരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളും വന്ന് കാണാം. ഈ ഫ്രണ്ടിലെ ഗ്രിൽസ് മാറി ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇതിന് പിക്സലറേറ്റ് ഡിസൈൻ എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇവിടെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ആ ഒരു പിക്സലറേറ്റ് ഡിസൈൻ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ 360 ക്യാമറയുടെ ഒരു ക്യാമറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ടിലാണ്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഓപ്പണായി വരുന്നുണ്ടോ. ഇവിടെ നമുക്ക് ചാർജ് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റും. ആൻഡ് ഇങ്ങനെ ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ആൻഡ് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇതുണ്ടോ, ഒരു ഇച്ചിരി ഒരു ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു എൻ്റയർ പോർഷന് മൊത്തത്തിൽ ഒരു സ്ട്രെങ്ത്ത് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഡാമേജ് ആവേണ്ട ഒരു പോർഷനാണ് സത്യം പറഞ്ഞാൽ അത്. പക്ഷേ ഇതിന് ബോണറ്റ് വന്നിട്ട് ഭയങ്കര ഹെവിയാണ്. റീസെൻ്റ്ലി എപ്പോഴെങ്കിലും നിങ്ങൾ ഏറ്റവും പുതിയ ക്രെറ്റയുടെ ബോണറ്റ് പിടിച്ച് നോക്കിയിട്ട് അറിയാം, നല്ല ഹെവിയാണ് ഇതിൻ്റെ ബോണറ്റ്. പക്ഷേ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സോഫ്റ്റാണ്. കാരണം ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡാജൻ്റെ സെൻസറും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഈ സാധനം ഉണ്ടല്ലോ, ആക്റ്റീവ് എയ്റോ ഫ്ലാപ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വരും. ഇത് നമുക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എയ്റോ അലോയ് വീൽസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 70 വീൽസാണ്. അതിന് ഇതിൻ്റെ ടയേഴ്സിനും ചെറിയ പ്രത്യേകതയുണ്ട്. ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ EV കാസിന് സെപ്പറേറ്റ് ആയിട്ട് നൽകുന്ന ടയേഴ്സാണ്. ഞാനിപ്പോൾ നോർമൽ ക്രെറ്റേൻ്റെ ടയർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് വോളും ഡിസൈനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു റെഗുലർ ക്രെറ്റയാണ്. പക്ഷേ ഇതിൻ്റെ വീൽസിലേക്ക് അല്ലെങ്കിൽ ടയേഴ്സിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് കണ്ടോ ഈ ഒരു ഷേപ്പിലാണുള്ളത്. ആൻഡ് നമ്മളെ ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡ് വാളിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും പോയത് മനസ്സിലാവുമായിരിക്കും. ഈ രണ്ട് ടയറും, ഒരു ലോ റെസിസ്റ്റൻസ് ടയറും റോളിംഗ് റെസിസ്റ്റൻസ് ടയറും ഒരു നോർമൽ ടയറും, രണ്ട് ടയറും ഒരട്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഫ്രണ്ടിലേക്ക് നമ്മളെ LRR ടയേഴ്സ് എത്തും. അതിന് കുറച്ചുകൂടി ഉരുളാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ആൻഡ് ഇതിന് ടയർ നോയ്സ് കുറവായിരിക്കും. ആൻഡ് EV കാസിന് അതിൻ്റെ ഫ്രിക്ഷൻ ആൻഡ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സ് കൊടുക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ വണ്ടികൾ ഇലക്ട്രിക് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന സമയത്ത് കാല് കൊടുക്കുന്നത് സഡനായിട്ടൊരു പിക്കപ്പാണ്. അപ്പോൾ നോർമൽ ടയേഴ്സാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് റോഡിലേക്ക് പിടിച്ചിട്ട് അത് ടയേഴ്സ് പൊട്ടിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോർമൽ ടയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങളുടെ ടയേഴ്സ് എന്ന് പറയുന്നത് അത് പൊട്ടിപ്പോവും. സോ അത് ടയർ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾക്ക് LRR ടയേഴ്സ് സ്പെസിഫിക്കലി കൊടുക്കുന്നത്. സോ സൈഡിലുള്ള പ്രൊഫൈലുള്ള വ്യത്യാസം അതാണ്. നിങ്ങൾക്ക് ഇവിടെ 360 ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമറ കാണാൻ സാധിക്കും. ഡോർ തുറക്കുന്ന സമയത്ത് ഇതാ കണ്ടോ, സീറ്റ്സ് ഒറ്റയ്ക്ക് നീങ്ങി പോകുന്നതാണ്. ഒരു വെൽക്കം ഫംഗ്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഉള്ളിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. കയറുന്നു, ഇരിക്കുന്നു. 2 സീറ്റ് മെമ്മറി ഫങ്ഷൻസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീല് മാറിയിട്ടുണ്ട്. ഞാനേ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കാവേ. ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വണ്ടി കംപ്ലീറ്റ്ലി ഓണാവും. ഇലക്ട്രിക് ആയതുകൊണ്ട് യാതൊരുവിധ ശബ്ദങ്ങളുമില്ല. സോ ഇതാണ് ആദ്യത്തെ വ്യത്യാസം. ഇൻറ്റീരിയറിലെ ഫസ്റ്റ് മേജറായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇത് കുറേ കൂടെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. 3 സ്പോക്സ് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീലായിരുന്നു. ഫ്ലാറ്റ് ബോട്ടം പോലത്തെ ഒരു ഡിസൈൻ ആയിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും
കുറച്ചുകൂടി കറക്റ്റ് സൈസ് ആയതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് അത് അൽക്കസാറിലേക്കൊക്കെ പോകുന്ന സമയത്ത് പറ്റ കുഞ്ഞായ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വെൽ സൈസ്ഡ് ആയ പോലത്തെ ഒരു ഫീലുണ്ട്. ഞാനത് ഡ്രൈവ് ചെയ്തിട്ടില്ല. ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെയുണ്ടെന്ന് ഫീൽ എങ്ങനെയുണ്ടെന്ന് അന്നേരം പറഞ്ഞുതരാം. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഹ്യുണ്ടായിൻ്റെ ലോഗോ കാണാൻ സാധിക്കത്തില്ല. പകരം ഇതെവിടെ നോക്കി 1 2 3 4 4 ഡോട്ട്സ് ആണ് കാണുന്നത്. ഇത് ആക്ച്വലി മോഴ്സ് കോഡിൽ ഹ്യുണ്ടായി എച്ചിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മോഴ്സ് കോഡിൽ ഈ 4 ഡോട്ട്സ്. ആക്ച്വലി ഇവരുടെ എല്ലാ ഇലക്ട്രിക് മോഡൽസിനും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ റീസെൻ്റ്ലി ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള അയോണിക് 5 ആണെങ്കിലും അതിലും ഇതേ സെയിം മോഴ്സ് കോഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തീം പോയിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ കളറിലുള്ള ഒരു ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ആൻഡ് ഇവിടുത്തെ ഒരു ലൈൻ, ഈ ഒരു സ്ട്രൈപ്പ് ഉണ്ടല്ലോ, നമ്മളെ റെഗുലർ ക്രെറ്റയിൽ അത് വന്നിട്ടൊരു കോപ്പർ കളറിലുള്ള ലൈനും ആൻഡ് എൻ ലൈനിൽ വന്നിട്ട് അതൊരു റെഡ് കളറിലുള്ള ലൈനാണ് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ ടോട്ടലി നല്ല രസമുണ്ട്. ഇനി ഇൻറ്റീരിയറിലെ രസകരമായ ഒരു ഫീച്ചർ കാണിച്ചു തരാം. വോയിസ് കമാൻഡ്. ഹേ ഹ്യുണ്ടായി, ഒരു സെക്കൻഡ്, ഓപ്പൺ സൺ റൂഫ്. എടാ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു വോയിസ് കമാൻഡ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അടുത്തൊരു സൂത്രം കാണിച്ചു തരാം. ക്ലോസ് സൺ റൂഫ്. എങ്ങനെയുണ്ട് സാധനം? ഭയങ്കര റെസ്പോൺസീവാണ്. നല്ല രീതിക്ക് ഇത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പല ബ്രാൻഡുകളിലും ചിലപ്പോൾ ഇത് ഇത്രയൊന്നും റെസ്പോൺസ് കാണിക്കാത്തത് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും. സോ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേസ് ആണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ട്, അതായത് നമ്മൾ ഡ്രൈവ് വേണോ, ന്യൂട്രൽ വേണോ, റിവേഴ്സ് വേണോ, പാർക്ക് വേണോ എന്ന് ചൂസ് ചെയ്യുന്നത് ഇതാ ഇവിടെയാണ് ആ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റ് പോയിരിക്കുന്നത്. ഇതിന് ഷിഫ്റ്റ് ബൈ വയർ എന്നാണ് ഇതിന് പറയുന്നത്. ആക്ച്വലി അയോണിക് 5 നമ്മൾ ഈ ഒരു സെറ്റപ്പ് നേരത്തെ കണ്ടിട്ടുണ്ട്. അതേ സെയിം സാധനമുണ്ട് ഇവിടെ വന്നേക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കയറുന്ന സമയത്ത് ആ ഒരു സാധനത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടി വരും. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കാം. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിലിപ്പോൾ നമ്മളിത് മെൻഷൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നോർമലാണ്. നേരത്തെ അതേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഡ്രൈവ് സെലക്ട് ചെയ്താൽ ഇതേപോലെ നമ്മളിവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇക്കോ, നോർമൽ ആൻഡ് സ്പോർട്ട്. ഈ ഗ്രാഫിക്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ പ്രീവിയസ് ലാസ്റ്റ് ജെൻ ക്രെറ്റയുടെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഭാഗമായിട്ട് ഇവിടെ സ്വിച്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ബ്രാൻഡുകളിൽ, ഇന്നത്തെ വാഹനങ്ങളിൽ എല്ലാത്തിലും നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുതിയ BMW ആണെങ്കിൽ AC ബ്ലോവർ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകാതെ ഇത് എവിടെയൊന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ ബട്ടൺസ് ആയതുകൊണ്ട് തൊടുമ്പോൾ ഇത് എവിടെയാണ് ഉള്ളതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അതിനകത്തേക്ക് നോക്കാതെ ഒരുപാട് കണ്ണെടുക്കാണ്ട് നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് രസമുള്ളൊരു മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മൾ മാത്രം ഡ്രൈവർ മാത്രം യാത്ര ചെയ്യുന്നത് ഡ്രൈവർ ഓൺലി ആയിട്ട് ഇതിൻ്റെ AC അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്ക് ഒരു ടെമ്പറേച്ചറും ഇവിടെയുള്ള ഒരാൾക്ക് ഒരു ടെമ്പറേച്ചറും, രണ്ട് സൈഡിൽ നമുക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചേഴ്സും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. പുതിയൊരു ഫ്ലോട്ടിംഗ് കൺസോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സീറ്റ് വെൻറ്റിലേഷൻ, ഫ്രണ്ടിലെ രണ്ട് സീറ്റ്സിനും നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഓട്ടോ ഹോൾഡ് വന്നിട്ട് പാർക്കിംഗ് ക്യാമറ 360 ക്യാമറ വന്നിട്ട് കാണാം. എങ്ങനെയുണ്ട് 360 ക്യാമറേൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ആൻഡ് സീറ്റ് വെൻറ്റിലേഷൻ ഓൺ ആയപ്പോൾ കണ്ടോ, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് അത് തള്ളുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ട് ഇത് കൂൾഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ബോട്ടിൽസോ വല്ല ഡ്രിങ്ക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂളായിട്ട് സൂക്ഷിക്കാൻ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഭാഗം ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് സീറ്റ് മെമ്മറി ഫംഗ്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റ് മെമ്മറി ഫംഗ്ഷൻസാണ് ഇതിന് വന്നിട്ടുള്ളത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ചില ചേഞ്ചസും ആൻഡ് ഇതിലുള്ള ഫീച്ചേഴ്സും. ആൻഡ് ഇനി റിയർ സീറ്റിൽ പോയി നോക്കാം. നമുക്ക് റിയർ റോയിൽ പോയി നോക്കാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സൺബ്ലൈൻഡൊക്കെ വന്നിട്ടുണ്ട്. സൺബ്ലൈൻഡ് വന്നിട്ട് ഇത് എവിടെ നോക്കി, ഇവിടെ ഒരു ടേബിൾ വന്നിട്ട് ഇതിലൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടാബ്ലറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ, ഫുഡ് കഴിക്കണമെന്ന് ഫുഡ് കഴിക്കാം. രണ്ട് സൈഡിൽ ഈ സാധനം വന്നിട്ട്. ഇനി പ്രധാനമായിട്ട് ഇതിനകത്ത് വന്നേക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഒരു ബോസ് മോഡ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, എനിക്കിപ്പോൾ ആ ഫ്രണ്ടിലുള്ള ആളുടെ സഹായമില്ലാതെ തന്നെ ഇവിടെ ഇരുന്നിട്ട് ഈ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഇവിടുത്തെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറച്ചൊരു സ്പേസ് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇത് ആക്ച്വലി അൽക്കസാറിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും EVക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇവരിത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് ഇവൻസ് ആൻഡ് C ടൈപ്പ് ചാർജർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ സീറ്റ്സിന് റിക്ലൈനിങ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഹെഡ് റൂമിൽ കാര്യമായ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് നമ്മളിവിടെ കാല് വെക്കുന്ന നമ്മുടെ ഫ്ലോർ ഒരുപാട് പൊന്തിയതായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി അത് വിഷ്വൽ ഫീലാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നാണോ എന്ന് എനിക്കറിയത്തില്ല. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഈ ഫ്ലോറിൻ്റെ ഹൈറ്റിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ റെഗുലർ കട്ടായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കേവ് EV ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേവ് EVൻ്റെ ആ ഫ്ലോർ കുറച്ച് പൊന്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ ബാറ്ററി പാക്ക് പോയത് ഫ്ലോറിലായിരിക്കും. അപ്പോൾ കുറച്ച് ഫ്ലോർ പൊന്തിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി തിരിച്ചറിയുകയും ചെയ്യാം. എന്തായാലും ഇതിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിലത് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഹെഡ് റൂമിലോ ഈ ഒരു പിന്നെ ലെഗ് റൂമിലോ ഒന്നും വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ചെറുതായിട്ട് റെഗുലർ കട്ടേനെക്കാട്ടിലും കുറച്ച് കുറവാണോ എന്നൊരു ചെറിയൊരു തോന്നലുണ്ട്. എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഞാൻ റിവ്യൂ ചെയ്യുന്ന ലൈക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റിയറിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് പവേർഡ് അല്ല കേട്ടോ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് വന്നേക്കുന്നത്. മാനുവലായിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം. 433 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ കാണുന്ന സാധനമാണല്ലോ, ഇത് ആക്ച്വലി നമുക്ക് വീട്ടിൽ വെക്കാനുള്ള ഫാസ്റ്റ് ചാർജറാണ്. 11.2 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വീട്ടിൽ വെക്കുന്നത്. സോ ഇതിന് ഏകദേശം 70,000 റുപ്പീസോ 75,000 റുപ്പീസ് എങ്ങാനും ഇതിന് വിലയുണ്ട്. സോ വാൾ മൗണ്ട് ചാർജറാണ് വരുന്നത്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഏകദേശം 4 to 5 ഹവേഴ്സിനുള്ളിൽ നമുക്കൊരു 10 to 100% വരെ ചാർജ് ആക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്കിത് അടയ്ക്കാം. ഇത് പവേർഡ് അല്ല കേട്ടോ, ഇത് പവേർഡ് ആക്കായിരുന്നു. കോസ്റ്റ് കാർഡിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇതാ ഇവിടെ ഇലക്ട്രിക് എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളും നല്ല രസമുണ്ട് അത് കാണാൻ. ക്രെട്ടയുടെ ഓൾറെഡി ഉള്ള ആ ലോഗോയും കാര്യങ്ങളും ആൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് കാര്യങ്ങളെല്ലാം കാണാം. ഇനി ഫ്രണ്ടിൽ വന്നിട്ട് ഇത് ലൈറ്റ്സ് അത് കിടക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ബോണറ്റ് ഇച്ചിരി ഹെവിയാണ്. 1 സെക്കൻഡ്, ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നു. 1 സെക്കൻഡ്. അടുത്തൊരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഫ്രങ്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 22 ലിറ്റേഴ്സ് ഓഫ് സ്പേസാണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ശാന്തമായിട്ടാണ് മൊത്തത്തിലിരിക്കുന്നത്. ഇതിൽ 22 ലിറ്റേഴ്സാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ആൻഡ് ഒരു അപ് ടു 10 kg വരെയൊക്കെ അതിൻ്റെ അത് സ്റ്റോർ ചെയ്യാം. വെയിറ്റും കാര്യങ്ങളും അത് ലോഡ് താങ്ങും എന്നാണ് പറയുന്നത്. പിന്നെ വേരിയൻസ്, പ്രൈസ് എന്നിവയെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. ആക്ച്വലി ഈ വാഹനം നമുക്ക് കുറച്ചധികം വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 17.99 ലാക്ക് തൊട്ട് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നുണ്ട്. ആ സ്പെസിഫിക് മോഡലിൽ എന്ന് വെച്ചാൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് വരുന്ന സമയത്ത് ഏകദേശം 20 ലാക്ക് വരുന്നുണ്ട്. ആൻഡ് ഫുൾ ഓപ്ഷൻ മോഡലിൻ്റെ വില എന്ന് പറയുന്നത് ഓൺ റോഡ് കേരളയിൽ ഏകദേശം 27 ലാക്ക് പ്ലസ് ആണ്. 27 ലാക്സും പിന്നെ കുറച്ചുകൂടി വേണം. സോ അതാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. നമുക്ക് റേഞ്ചിൻ്റെ കാര്യത്തിൽ 2 റേഞ്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു 390 കിലോമീറ്റേഴ്സിൻ്റെ ഒരു മിഡ് റേഞ്ച് ഓപ്ഷനും ആൻഡ് 473 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ലോങ് റേഞ്ച് ഓപ്ഷനും അവൈലബിൾ ആണ്. ചാർജിങ് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ നോർമലായിട്ട് വീട്ടിലുള്ള ചാർജിങ്, അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 14 to 20 മണിക്കൂറാണ് 10 to 100% ആവാൻ ഇവർ പറയുന്ന സമയം. ആൻഡ് നമ്മൾ ഈ വാൾ മൗണ്ട് ചാർജർ 11 കിലോവാട്ടിൻ്റെ വാൾ മൗണ്ട് ചാർജർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 4 to 5 hours കൊണ്ട് ഈ പറയുന്ന 10 to 100% ആവാൻ സാധിക്കും. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് എന്ന് വെച്ചാൽ DC ചാർജിങ് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ചാർജിങ് സെൻറ്ററുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 58 മിനിറ്റ്സ് ആണ് ഇവർ അവകാശപ്പെടുന്നത്. അത് 10 to 80% ആവാനാണ്. സോ പറഞ്ഞ ഫിഗേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റി നമുക്ക് അറിയുന്ന ഡീറ്റെയിൽസ്. ഇപ്പം നിലവിൽ വന്നേക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും. ബാക്കി നമുക്ക് ഓടിച്ചു നോക്കിയാലേ പറയാൻ പറ്റൂ. ഈ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. ആക്ച്വലി ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 200 mm ആണ്. ആൻഡ് റെഗുലർ കട്ടേണ്ടത് ഏകദേശം 190 mm ആണ്. 10 mm സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് നമുക്ക് ഓടിച്ചു നോക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ മനസ്സിലാവും. അത് ടെസ്റ്റ് റൈഡ് റിവ്യൂ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാൻ ഞാൻ മറന്നുപോയി, സോറി. ഈ സീറ്റ് ഉണ്ടല്ലോ, കോപ്പാസൻസ് സീറ്റ് ആക്ച്വലി ഇപ്പോൾ പവേർഡായിട്ടുണ്ട്. കടാ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ക്രെട്ട വന്നിട്ടുണ്ട്.
നമ്മൾ അൽക്കസാറിൽ പോലും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽക്കസാറിൽ പോലും പവേർഡ് ആയിട്ടുള്ള പാസഞ്ചർ സീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ക്രെട്ടയിൽ ഇപ്പോൾ പവേർഡ് ആയിട്ടുള്ള പാസഞ്ചർ സീറ്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് മെമ്മറി ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഇറ്റ്സ് നന്നായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ ഇരുന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ആൻഡ് പുതിയ നല്ല രസമുള്ള ഡിസൈനില്ല ക്രെട്ട ഇലക്ട്രിക്കിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു സീറ്റ്സും ഒരു സീറ്റ് ലെതേഴ്സും കാര്യങ്ങളും ഇവർ നൽകിയിട്ടുണ്ട്. സോ അത്രയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നൽകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അപ്പു ജോസഫ് സൈനിങ് ഓഫ് ഫ്രം ഗെറ്റ് മൈ വീൽ ഷോ പവർഡ് ബൈ ഫെയിൽ ഇൻഫെക്റ്റഡ് മീഡിയ. ആൻഡ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടോ. ആൻഡ് നെക്സ്റ്റ് ടൈം നമുക്കത് കവറപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.